എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് കെനിയ ട്രിപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ നമുക്ക് ട്രിപ്പ് തുടങ്ങാം. അപ്പോൾ എല്ലാ എയർപോർട്ട് ഫോർമാലിറ്റീസും കഴിഞ്ഞ് ഞങ്ങളിതാ ഫ്ലൈറ്റിൽ കയറി. അപ്പോൾ 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ കെനിയയിൽ എയർപോർട്ടിലെത്തി. അപ്പോൾ കെനിയ എയർപോർട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കല്ല. ആക്ച്വലി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ജിറാഫ് സെൻ്റർ ഉണ്ട്. അപ്പോൾ ആ വിസിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ വീണ്ടും നമുക്ക് ഇത്രയും ദൂരം തിരിച്ചു വരണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പോയത് ജിറാഫ് സെൻ്ററിലേക്കാണ്. ഇവിടെ കുറേ ജിറാഫ്സ് ഉണ്ട്. അതിന് നമ്മൾക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു ഫുഡ് തരും. അത് നമുക്കതിന് വായിൽ വെച്ച് കൊടുക്കാം, ഫോട്ടോസ് എടുക്കാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി. ഇതാണ് നമുക്ക് ജിറാഫിന് കൊടുക്കാനുള്ള ഫുഡ്. ഇത് നമുക്കൊരു ചിരട്ടയിലാണ് തന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കെനിയ വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അവിടെ നമ്മൾ ഈ ജിറാഫ് സെൻറ്ററിൽ തന്നെ നമ്മുടെ നോർമൽ ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽസുമായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള വെള്ളവുമായിട്ട് കയറിയാൽ അവർ അകത്തേക്ക് അത് കയറ്റി വിടില്ല. അതേസമയം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന റീയൂസബിൾ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസിലുള്ള വെള്ളം മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ അതാ ഇവിടെ എല്ലാവരും ഇപ്പോൾ ജിറാഫ്സിന് കൊടുത്ത ഫുഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിറാഫ് സെൻറ്റർ വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. ഒന്ന് കുളിച്ച് ഫ്രഷായൊക്കെ വന്നപ്പോഴേക്കും ഏതാണ്ട് ഡിന്നറിനുള്ള സമയമായി. അപ്പോൾ ഇവിടെ ബുഫേ ഡിന്നറാണ്. ഇത് പിസ്സ ഉണ്ടാക്കുന്ന ലൈവായിട്ട് പിസ്സ ഉണ്ടാക്കി തരുന്ന ഒരു സ്റ്റേഷനാണ്. അതുപോലെ തന്നെ പാസ്തയും ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കി തരുന്നുണ്ട്. ബുഫേയിൽ പലതരത്തിലുള്ള സാലഡ്സ് ഉണ്ട്, റൈസ് ഉണ്ട്. ഒരു ഇന്ത്യൻ ഷെഫും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയും പനീർ കറിയും ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിയും മറ്റ് നോൺ വെജിറ്റേറിയൻ എല്ലാ ടൈപ്പ് കറികളും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ നല്ല ഫ്രൂട്ട്സിൻ്റെ നല്ല ഡെസേർട്ട്സും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഒറ്റ നൈറ്റ് മാത്രമേ ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തുള്ളൂ. അതിനുശേഷം ഞങ്ങൾ മസൈ മറയിലുള്ള ഒരു ഹോട്ടലിലേക്കാണ് പിന്നീട് പോയത്. ഒരു 4-5 hours ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു ഡാൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മളെ അവർ വെൽക്കം ചെയ്തത്. നമുക്കപ്പോൾ വൈപ്പ് ചെയ്യാനുള്ള ഒരു ടവൽ തന്നു. പിന്നീട് നല്ലൊരു വെൽക്കം ഡ്രിങ്കും അവർ തന്നു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഡാൻസേഴ്സ് പോവുകയാണ്. ഞങ്ങളപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് ജസ്റ്റ് റൂമിൽ പോയി ലഗേജ് എല്ലാം വെച്ചിട്ട് തിരിച്ച് വന്ന് ലഞ്ച് കഴിച്ചു. ഈ ഹോട്ടലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഫർണിഷിംഗ് ആണെങ്കിലും വ്യൂ ആണെങ്കിലും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷനൊക്കെ വളരെ ആൻറ്റിക്കായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്.
ഇത് നമ്മുടെ റൂംസിലേക്ക് പോകാനുള്ള വഴിയാണ്. നമ്മൾ കുറേ ഇതുപോലെ ഇറങ്ങി ഇറങ്ങി പോയി കഴിയുമ്പോഴാണ് ഓരോ റൂംസും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് റൂംസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ സറൗണ്ടിങ്ങിലായിട്ട് കുറേ ബബൂൺസിനെയൊക്കെ കണ്ടു ഞങ്ങൾ. ഇപ്പം ഞങ്ങളിവിടെ മസൈമറ ട്രൈബ്സിൻ്റെ ഒരു വില്ലേജിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ട്രൈബ്സിൻ്റെ യൂത്ത് ലീഡറാണ് ഇവിടെ നിൽക്കുന്നത്. പുള്ളി നമ്മളോട് അവരുടെ കൾച്ചറിനെ പറ്റിയും അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This is normal. നമ്മളിപ്പോൾ ഈ കാണുന്നത് അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോമാണ് കേട്ടോ. അപ്പം നമ്മൾ ടൂറിസ്റ്റുകളെല്ലാം അവരുടെ കൂടെ ചേർന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർ 2 വുഡ് പീസസ് വെച്ചിട്ട് എങ്ങനെയാണ് അവർ തീ കത്തിക്കുന്നതെന്ന് കാണിച്ചു തരികയാണ് നമുക്ക്. ഇപ്പോൾ ഒരു തീപ്പൊരി ഉണ്ടാക്കി അതിനെ ഊതിക്കൊണ്ടിരിക്കുകയാണ് തീയാക്കാനായിട്ട്. ഇപ്പോൾ അസലായിട്ട് തീ കത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 വുഡ് പീസസ് ഉരച്ച് അങ്ങനെയാണ് അവർ തീ ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ ഒന്ന് മലയൊക്കെ കയറി ഇറങ്ങി വന്നു. അങ്ങനെ മല കയറി ഇറങ്ങി വരുമ്പോഴേക്കും നല്ല മഴ പെയ്തു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മസൈമറ നാഷണൽ റിസർവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വൈൽഡ് ലൈഫ് സഫാരിക്കാണ് പോയത്. ഹോൾ ഡേ ഞങ്ങൾ ആ ഒരു സഫാരിയിലായിരുന്നു. ഈ വൈൽഡ് ലൈഫ് സഫാരിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് വൈൽഡ് ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമലാണ്. വൈൽഡ് ബീസ്റ്റ് എന്ന് നമ്മൾ പറയുമെങ്കിലും ആക്ച്വലി ഇതിന് പറയേണ്ടത് വിൽഡേ ബീസ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാളയുടെ ടൈപ്പ് ആയിട്ട് തോന്നും, പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആനിമലാണ്. ഇവിടുത്തെ ആനിമൽസിൽ ഏറ്റവും അധികം എണ്ണം ഉള്ളത് ഈ വൈൽഡ് ബീസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം സിംഹവും അങ്ങനത്തെ വലിയ മൃഗങ്ങളെല്ലാം കൂടുതലും ഹണ്ട് ചെയ്തിട്ട് കൊന്ന് തിന്നുന്നതും ഇതിനെ തന്നെയാണ്. ഇവിടെ കുറച്ച് മാനുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഒരു ഹൈനയാണ്. ഹൈന ഒരു മീറ്റിൻ്റെ പീസ് എടുത്തിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ട്രക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുകയാണ് ഇതിൻ്റെ അടുത്തായിട്ട്. ഇപ്പം നിങ്ങൾക്ക് കുറേ സീബ്രാസിനെ കാണാം ഇവിടെ. ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും ഇതുപോലെ ട്രക്സിലേ വരാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് ഈ ആനിമൽസിൻ്റെ മുൻപിൽ നമുക്ക് നേരെ ചെല്ലാൻ പറ്റില്ല. ഇതുപോലെ വണ്ടികളിലിരുന്ന് മാത്രമേ നമുക്ക് ഇതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്.
ഇതാ ഇപ്പം നമുക്ക് കുറേ ആനകളെ കാണാം. ഇടയിൽ ചെറിയ ആനക്കുട്ടികളും ഉണ്ട്. ഇവിടെ ഈ വെള്ളത്തിലും ഈ മണ്ണിലും ഒക്കെ ആയിട്ട് കുറേ ഹിപ്പോപ്പൊട്ടാമസ് ആണ് കിടക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ഹോൾ ഡേ ഞങ്ങൾ ഈ വൈൽഡ് ലൈഫ് സഫാരിയിൽ സ്പെൻഡ് ചെയ്തു. ഈ ഒരു രാത്രി കൂടി നമ്മൾ ആ സെയിം സ്ഥലത്താണ് താമസിച്ചത്, സെയിം ഹോട്ടലിൽ. അപ്പോൾ ഡിന്നറിൻ്റെ സമയത്ത് എഗെയിൻ അവർ നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ട്രഡീഷണൽ ഡാൻസ് ഫോമൊക്കെ പെർഫോം ചെയ്തിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോന്നു. അവിടെ നൈവാഷ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേക്കിൽ ഒരു ബോട്ടിങ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അടുത്ത ദിവസത്തെ പ്രോഗ്രാമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇവിടെ ഈ ഹോട്ടലിൻ്റെ സറൗണ്ടിങ്സിലും നമുക്ക് മങ്കീസും അങ്ങനെ കുറച്ച് ആനിമൽസൊക്കെ കാണാൻ സാധിച്ചു. ഇവിടെ കുറച്ച് മങ്കി കുട്ടന്മാരിരുന്നിട്ട് തീയിട്ടിരിക്കുന്നതിൻ്റെ ചുറ്റും ഇരുന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ താമസിക്കാനുള്ള റൂംസൊക്കെ ഇതുപോലെ ഹട്ട്സ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ റൂംസും വളരെ കൺവീനിയൻറ്റുമായിട്ടാണ് ഈ റൂംസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടിങ് തുടങ്ങി. അങ്ങനെ ഈ ഒരു ബോട്ടിങ്ങോടുകൂടി ഞങ്ങളുടെ കെനിയ ട്രിപ്പ് തീർന്നു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തിരിച്ച് യാത്രയായി.